ഒരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എന്താ എനിക്കൊരു തെറ്റ് പറ്റി, എല്ലാവരും മാപ്പാക്കണം, ഞാനതിന് തിരുത്തു. അയാൾ തിരുത്തി ജീവിച്ചാൽ ഏറ്റവും നല്ലവനാണ് എന്നാണ്. ഏറ്റവും നല്ലവനാണ്. കാരണം ആ കുട്ടി, ഞാൻ മനസ്സിലാക്കിയതോളം അവൻ പോലീസിനോടോ നാട്ടുകാരോടോ ഉള്ള അവന്റെ പെരുമാറ്റ രീതി വളരെ മാന്യമാണെന്ന് ടി വിയിൽ കണ്ടിട്ടുള്ള എനിക്ക് നേരിട്ട് പരിചയമൊന്നുള്ളതാണല്ലോ. ടി വിയിൽ കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഒരു ശരീരഭാഷയും ആ കുട്ടിയുടെ ഒരു മനസ്സിന്റെ ഒരു രീതികളും കാര്യങ്ങളും പ്രതികരിക്കുന്ന സമീപനമെല്ലാം വളരെ നല്ലതാണ് എന്ന് തോന്നി. അവന്റെ ജീവിതത്തിൽ അവനൊരു അബദ്ധം പറ്റി, ആ അബദ്ധത്തെ ക്ഷമിക്കാൻ, അത് തിരുത്താനും അവനൊരവസ്ഥ ഉണ്ട്. ഒരബദ്ധം പറ്റി പോയിട്ട് നീ ഒരു ഇവിടുത്തെ കഞ്ചാവടിക്കാരൻ നീ എന്ന് ചോദിക്കുന്നു. ഒരബദ്ധം നമ്മൾ കുട്ടിക്ക് പറ്റിയാൽ അവനെ പറഞ്ഞു തിരുത്തി, അല്ലെങ്കിൽ അവളെ പറഞ്ഞു തിരുത്തി നമ്മൾ കൂടെ നിർത്തണം എന്നുള്ളതാണ്. നമ്മുടെ ഈ ചുമ്മാ ഡയലോഗിന് വേണ്ടി ചേർത്ത് നിർത്തും എന്നൊക്കെ വെറുതെ പറയുന്നത്. അങ്ങനെ ചേർത്ത് നിർത്തുന്നതല്ല. സത്യം പറഞ്ഞ ഒരു കാര്യം, നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് സമ്മതിച്ചാൽ ലോകം അതിനോട് കൊടുക്കും. അത് ഈ വേടൻ അതിന്റെ ഒരു ഉദാഹരണമാണ്. അയാളോട് ഒരാൾക്കും ഒരു വിദ്വേഷവും തോന്നില്ല, സ്നേഹമാണ്. എനിക്ക് ആ കുട്ടിയോട് ഞാൻ ഈ തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അവനോട് എനിക്ക് അത്യധികമായ സ്നേഹമാണ് തോന്നി. ആ കൊച്ചുകുട്ടിക്ക് ഒരു അബദ്ധം പറ്റിയ വേടൻ എന്നൊരു ചെറുപ്പം. സുഹൃത്തുക്കളെ, ഈ പറയുന്നത് നമ്മുടെ ഗണേഷ് കുമാറാണ്, മന്ത്രി. ഒരുപക്ഷെ ഈ അടുത്ത കാലഘട്ടത്തിൽ കേട്ട ഏറ്റവും നല്ല വാക്കുകളാണ് ഗണേഷ് കുമാറിന്റെ വായിൽ നിന്ന് വരുന്നത് എന്നെനിക്ക് തോന്നിപ്പോയി. കാരണം ഈ വേടനെ ആദ്യം ഗവൺമെന്റ് ആ ഒരു ആഘോഷ പരിപാടിക്ക് കൊണ്ടുവരില്ലെന്ന് പറഞ്ഞു. പിന്നീട് ഗവൺമെന്റിനെ തിരിച്ചറിയുന്നു. ഒരു തെറ്റ് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. വേടൻ മയക്കുമരുന്ന് കഴിക്കുന്നുണ്ട്, അദ്ദേഹം കഞ്ചാവ് വലിച്ചിട്ടുണ്ടെന്ന കാര്യം വേടൻ തന്നെ സമ്മതിച്ചതാണ്. ഞാനത് വലിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ അത് തെറ്റാണെന്ന് എനിക്കറിയാം. ഞാനത് മാറിയിട്ട് ഒരു നല്ല മനുഷ്യനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ ശ്രമിക്കും. എന്നെ കണ്ട് നിങ്ങൾ ഇൻഫ്ലുവൻസർ ആവുന്നുണ്ടോ എങ്കിൽ എൻ്റെ പല കാര്യങ്ങളിലും നിങ്ങൾ ഇൻഫ്ലുവൻസർ ആവരുതെന്ന് പൊതുവേദിയിൽ തന്നെ കാണുമെന്ന ആൾക്കാരോടൊക്കെ മുഴുവൻ പറഞ്ഞ മനുഷ്യനാണ്. ആ ഒരു സംഗതി പറയുന്ന സമയത്ത് നമ്മുടെ മന്ത്രിമാരും MLA-മാരൊക്കെ അവിടെ സദസ്സിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതാണ് വേടൻ. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ രീതികളൊക്കെ ഉണ്ട്. ചില ആളുകളൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, മെന്റലി ചില ആളുകൾക്കൊക്കെ ഒരു അല്പം ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ ചികിത്സയ്ക്കൊക്കെ പോകും. തിരിച്ചു വന്നു കഴിഞ്ഞാലും നമ്മുടെ നാട്ടുകാർക്ക് പിന്നെ അവൻ പരിപൂർണമായിട്ട് ഭ്രാന്തൻ തന്നെയാണ്. ഇതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ, നമ്മുടെ നാട്ടുകാരുടെ ഒരു വലിയ വിഷയമാണ്. ഇത് വളരെ പെട്ടെന്ന് ആർക്കും വരാവുന്ന ഒരു സംഗതിയാണെന്നും ഇത് വന്നു കഴിഞ്ഞ് ചികിത്സിച്ച് പനി പോലെ തന്നെ ഭേദമാവുന്ന അസുഖമാണെന്നും ഒരുപക്ഷെ വീണ്ടും വരാമെന്നും അത് ഇതേപോലെ തന്നെ ഹോർമോൺ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്നതാണെന്നും അത് തിരിച്ച് ആ മരുന്ന് കയറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പനി പോലെ തന്നെ സാധാരണ രീതിയിൽ അത് മാറുമെന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മുടെ നാട്ടുകാർ ആരും ഇതുവരെയും മാറിയിട്ടില്ല. ഇത് തന്നെയാണ് നമ്മൾക്ക് സാമൂഹികമായിട്ട് ഇത്തരം ആളുകളൊക്കെ ഈ വേടനെ തിരിച്ച് നമ്മുടെ ആ ഒരു പ്രോഗ്രാമിലേക്ക്, നമ്മുടെ ഗവൺമെന്റ് പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഷൈനി മധുസൂദൻ അടക്കമുള്ള ഒരുപാട് സംഘികളും നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ എഴുതിയത് ഇതാ ഒരു കഞ്ചാവ് അടിച്ചവനെ പ്രോഗ്രാമിന് കൊണ്ടുവന്നിരിക്കുന്നു. കഞ്ചാവ് അടിച്ചവനെ തന്നെയാണ് കൊണ്ടുവന്നത്. പക്ഷേ ആ കഞ്ചാവ് അടിച്ചവൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്, അത് ശരിയില്ലെന്ന് എനിക്കറിയാം, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ ആ ഒരു തെറ്റ് തിരുത്താൻ തയ്യാറായവനെ നമ്മൾ എന്തിനു മാറ്റി നിർത്തണം? തെറ്റ് തിരുത്താൻ തയ്യാറായ ആൾക്കാരെ ഒപ്പം ചേർത്ത് പിടിക്കുക, നമ്മുടെ ഒപ്പം ചേർത്ത് നടക്കുക, അവന് വീണ്ടും നല്ല വഴിക്ക് അവനെ കൊണ്ടു നടക്കുക എന്നല്ല വേണ്ടത്. അതല്ലാതെ വേടൻ കഞ്ചാവ് അടിച്ചവനാണ്, ഇനി അവൻ ഒരു പരിപാടിക്കും വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് എത്ര പേരാണ് മാറ്റി നിർത്തേണ്ടി വരും? നോക്കൂ, ലാസ്റ്റ് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം കഞ്ചാവും പല സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിച്ചെന്ന് പറയുന്നു. അദ്ദേഹത്തെ അവസാനം ഒരു സെല്ലിൽ കൊണ്ട് അടയ്ക്കുന്നു, അവനെ അതിൽ രക്ഷപ്പെടാനുള്ള ചികിത്സ അവന് നൽകുന്നു. ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഒരു പുതിയ സിനിമാ സെറ്റിലേക്ക് ആ മനുഷ്യൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. നോക്കൂ, ഈ ഒരു ഇതിൽ കമന്റ് വന്നത് മുഴുവൻ വായിച്ചു നോക്കി തന്നെ അടിപൊളിയാണ്. ആ മോൻ നല്ല മോന, തെറ്റ് തിരുത്തി. ആ മോൻ ആവർത്തിച്ച് പറഞ്ഞു, എൻ്റെ കുഞ്ഞനുജന്മാരെ നിങ്ങൾ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആക്കരുത്. നല്ല മനസ്സിന്റെ ഉടമയ്ക്ക് അങ്ങനെ പറയാൻ കഴിയൂ? മോൻ വിചാരിച്ചാൽ ഈ വിഷം ഈ ലോകത്തിന് തുടച്ചു നീക്കാൻ മോൻ ഇറങ്ങി പ്രവർത്തിച്ച ദൈവം കൂടെ ഉണ്ടാവും. നിന്റെ കൊച്ചനുജന്മാരെ രക്ഷിക്കാൻ മോന് സ്നേഹമുണ്ട്, മനസ്സിന് നന്മയുണ്ട്, ദൈവം അനുഗ്രഹിക്കും, ദൈവമുണ്ട് കൂടെ. ബ്രോ യുവേഴ്സ് ഔസം എന്നാണ് നമ്മുടെ ഗണേഷ് കുമാറിനെ ഒരു മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നറിയില്ല, ഈ ഒരു മനുഷ്യനെ, ഈ ഒരു ചെറുപ്പക്കാരനെ എല്ലാവർക്കും ഗംഭീരമായിട്ടുള്ള ഇഷ്ടമാണ്. അങ്ങനെയാണെന്ന് ആരെങ്കിലും ഇങ്ങനത്തെ അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ തിരുത്തി മുന്നോട്ട് കൊണ്ടുവരാനല്ലേ നമ്മൾ എല്ലാവരും കൂടി ശ്രമിക്കേണ്ടത്. എന്തായാലും ആ ശ്രമമാണ് നമ്മുടെ ഗവൺമെന്റ് നടത്തിയെന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അല്ലാതെ ആ ഒരു മനുഷ്യനെ പരിപൂർണമായിട്ടും അവഗണിക്കല്ല. അതിന് പകരമായിട്ട് ഗവൺമെന്റ് പരിപാടിക്ക് തന്നെ കൊണ്ടുവന്ന് അവനെ കൊണ്ട് പാടിപ്പിച്ചിരിക്കുന്നു. അതും 10-12 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട്. അതൊരു വലിയ തെളിവാണ്.
തെറ്റിദ്ധരുത്തി മുന്നോട്ട് വരാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് അവനോടൊപ്പം ഉണ്ടായിരിക്കും. തെറ്റിദ്ധരുത്തി മുന്നോട്ട് വരാൻ ആരെങ്കിലും ഉണ്ടോ? ഈ ഗവൺമെന്റ് അവനെ ചേർത്ത് പിടിക്കും എന്നുള്ള ഒരു ഗംഭീര ഉത്തരം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത് എനിക്കറിയില്ല. എനിക്ക് തോന്നിയ ഒരു ഉത്തരം അതാണ്. ബൈ.